ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ഇനി ഒരു കഥയാണ്, നീണ്ട വർഷത്തെ ഒരു ബുള്ളറ്റ് കഥ. വർഷങ്ങൾക്കിപ്പുറം കയ്യിലേക്ക് വീണ്ടും കിട്ടിയ ബുള്ളറ്റ് കണ്ടെത്തിയ കഥ പറയുകയാണ് കൗൺസിലർ സായി കിരൺ. സായി കിരണിന്റെ അച്ഛന്റെ സാരഥിയായിരുന്നു ഈ ബുള്ളറ്റ്. അന്നെല്ലാം വളരെ സ്നേഹത്തോടെയും കൗതുകത്തോടെയും നോക്കിയിരുന്ന ഇവനെ 42 വർഷങ്ങൾക്ക് മുൻപ് സായിയുടെ പിതാവ് മറ്റൊരാൾക്ക് വിറ്റു. അന്നത്തെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ബുള്ളറ്റ് വിറ്റുവെങ്കിലും അതിനോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ട് ഏറെ ദുഃഖിതനായിരുന്നു അദ്ദേഹം. അന്നത്തെ അച്ഛന്റെ വിഷമം കലർന്ന വാക്കുകൾ അന്നത്തെ കൊച്ചു സായിയെയും വളരെ വിഷമിപ്പിച്ചിരുന്നു. അന്നത്തെ സാഹചര്യം, എൻ്റെ അച്ഛൻ ഉപയോഗിച്ചിരുന്ന റോയൽ എൻഫീൽഡ് 1959 മോഡലാണ്. ഈ വാഹനം ഏകദേശം അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വാഹനമായിരുന്നു. 1985 കാലഘട്ടത്തിൽ അന്നത്തെ ഒരു സാമ്പത്തിക സാഹചര്യത്തിൽ ഈ വാഹനം കൈമാറേണ്ടി വന്നു. തുടർന്ന് അച്ഛന് വല്ലാത്തൊരു വിഷമമായിരുന്നു ഈ വാഹനം കൈവിട്ടു പോയതിൽ. ഒരു 2 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ അച്ഛൻ മരണപ്പെട്ടു. തുടർന്ന് അന്നൊക്കെ ഞങ്ങൾ കുട്ടികളായിരുന്നു. ആ സമയത്ത് അച്ഛൻ എപ്പോഴും പറയുന്നത് കേൾക്കാറുണ്ട്, എനിക്ക് ഈ വാഹനം കൈവിട്ടു പോയതിൽ വല്ലാതെ വിഷമമുണ്ട് എന്ന് പലപ്പോഴും പറയുന്നത് കേൾക്കാറുണ്ട്. ഞങ്ങളൊക്കെ കുട്ടികളാണ്. എനിക്ക് എൻ്റെ എപ്പോഴും ആ മൈൻഡിൽ ആ ഒരു അച്ഛൻ പറയുന്ന വാക്കുകളുണ്ടായി. മുതിർന്നപ്പോൾ വാഹനം തിരിച്ചു പിടിക്കണമെന്ന ആഗ്രഹത്തോടെ തമിഴ്നാട്ടിൽ ഉൾപ്പെടെ തിരഞ്ഞു. നിരാശയായിരുന്നു ഫലം. പഴക്കമുള്ള വാഹനം പൊളിച്ചുമാറ്റിയിട്ടുണ്ടാവും എന്നുള്ള വിവരങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങിയപ്പോൾ അന്വേഷണം നിർത്താനുള്ള തീരുമാനമെടുത്തു. പിന്നീട് തെരഞ്ഞെടുപ്പ് തിരക്ക് സമയത്ത് സഹോദരപുത്രൻ വണ്ടി നമ്പർ വെച്ച് തിരഞ്ഞപ്പോഴാണ് കണ്ണൂർ ഭാഗത്തെ വാഹനം ഉള്ളതായി വിവരം ലഭിക്കുന്നത്. ഈ അടുത്ത കാലത്താണ് മുനിസിപ്പൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഞാൻ തിരക്ക് സമയത്താണ്, അതിൻ്റെ ഇടയിൽ ഇലക്ഷൻ്റെ ഒരു മാസം മുന്നേ ഞങ്ങളൊക്കെ കുട്ടികളായിരിക്കുമ്പോൾ ഇതിൽ ഇരിക്കുന്നൊരു ഫോട്ടോ ഉണ്ട്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ നമ്പർ വെച്ചിട്ട് ഈ വാഹനത്തിൻ്റെ സൈറ്റിൽ എൻ്റെ അർദ്ധ സഹോദരനായ എൻ്റെ ബ്രദറിൻ്റെ മോൻ അശ്വൻ സായി ഈ വാഹനം സെർച്ച് ചെയ്തപ്പോൾ ഇപ്പോഴും ലൈവായിട്ടുണ്ട് കണ്ണൂരിൽ നിന്ന് ഒരു സൂചന കിട്ടി. വളരെ സന്തോഷമായി. കാരണം പൊളിച്ചു പോയിട്ടുണ്ടാവുന്നുള്ള വാഹനം വീണ്ടും തിരിച്ചുണ്ട് ഒരു സൂചന കിട്ടിയപ്പോൾ RTO ഓഫീസ് മുഖാന്തരം അന്വേഷിച്ചു. അതിനെല്ലാം നേതൃത്വം കൊടുത്തത് അശ്വൻ സായിയാണ്. അദ്ദേഹം പോയി തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച് ഇൻസ്റ്റാഗ്രാമിലൊക്കെ തപ്പി ആളുടെ ഫോൺ നമ്പർ സംഘടിപ്പിച്ച് നോക്കിയപ്പോൾ കണ്ണൂർ പെരിങ്ങലായി കാപ്പാടുള്ള സ്ഥലത്ത് അമ്മൽ എന്ന് പറഞ്ഞ ഒരാളുടെ കയ്യിലാണ്. കണ്ണൂരിലെ വാഹന ഉടമയെ കണ്ടെത്തിയപ്പോൾ അദ്ദേഹം വാഹനം നൽകുന്നില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് ബുള്ളറ്റുമായുള്ള വൈകാരിക ബന്ധം മനസ്സിലായതോടെ വാഹനം നൽകാൻ സമ്മതിക്കുകയായിരുന്നു വാഹന ഉടമ. വീണ്ടും അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് വാഹനം അങ്ങനെ കൈമാറാൻ താല്പര്യമില്ല, കാരണം പഴയ വാഹനങ്ങൾ സൂക്ഷിക്കാൻ വാങ്ങിയ വാഹനങ്ങളൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല, പഴയ വാഹനങ്ങൾ എനിക്ക് ഒരു ക്രൈസാണെന്ന്. അപ്പോൾ ഞങ്ങൾ ഈ ഫോട്ടോ കാണിച്ചു കൊടുത്തു. ഞങ്ങളൊക്കെ കുട്ടികളായിട്ടിരിക്കുന്ന ഈ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ അതിലൊരു വൈകാരികമായ അടുപ്പം അവർക്ക് ബോധ്യപ്പെടുകയും അവരുടെ ഫാമിലി അടക്കം ഒന്നടങ്കം വാഹനം കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ നേരിട്ട് പോയിട്ട് ഈ എൻ്റെ സഹോദരൻ്റെ മകൻ അശ്വനും കൂടിയിട്ട് നേരിട്ട് പോയി അദ്ദേഹത്തോട് സംസാരിച്ചു. വരും ദിവസങ്ങളിൽ ക്യാഷ് ശരിയാക്കിയിട്ട് വരാം എന്ന് പറഞ്ഞു പോന്നു. പിന്നെ ഞാനും മുനിസിപ്പൽ ഇലക്ഷനുമായി തിരക്കിലായിരുന്നു. 3 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ ഒരു കണ്ടെയ്നർ പാലക്കാട് ജില്ലയിലേക്ക് വരുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ വാഹനം അങ്ങോട്ട് കൊടുത്തു വിട്ടിട്ടുണ്ട് പറഞ്ഞു. പൈസ പോലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് ആ ബന്ധം മനസ്സിലാക്കിക്കൊണ്ട് അവരത് ചെയ്ത വലിയൊരു കാര്യമാണ്. അത് ഒരിക്കലും മറക്കാൻ കഴിയില്ല. തിരികെ കിട്ടിയ വാഹനം അന്ന് എങ്ങനെ ആയിരുന്നോ അതേ രീതിയിൽ മാറ്റിയെടുത്തു. വൈകാരികമായി അടുപ്പമുള്ള പിതാവിന്റെ ബുള്ളറ്റ് 40 വർഷങ്ങൾക്കിപ്പുറം തിരികെ കിട്ടിയ സന്തോഷത്തിലാണ് കുടുംബം. ഏകദേശം 40 വർഷം മുമ്പ് കൈവിട്ടു പോയ ഈ വാഹനം ഞങ്ങളുടെ വീട്ടിലെത്തുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അദൃശ്യമായ അച്ഛൻ്റെ ഒരു സാന്നിധ്യം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്കിപ്പോൾ അനുഭവപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. അതിന് നമുക്ക് സാധിച്ചതിൽ എല്ലാവരും സപ്പോർട്ടുണ്ട്, അനുഗ്രഹമുണ്ട്, അച്ഛൻ്റെ കൂടെ അനുഗ്രഹമുണ്ട്. അതുകൊണ്ട് കിട്ടി. ഞങ്ങളുടെ കുടുംബത്തിൽ അതൊരു ആഘോഷമായിട്ടാണ് ഞങ്ങളെല്ലാവരും സ്വീകരിച്ചത്. ആ സന്തോഷം മനസ്സിൽ